ഹലോ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി ഒരു സായന്തനം വൈകുന്നേരം കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ക്ലൈമറ്റ്, ആകാശം ലൈറ്റ് നീലിമയിൽ അങ്ങനെ കുളിച്ച് നിൽക്കുന്നു. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അപ്പം നമ്മൾ വൈകുന്നേരം നിന്നാണ് വീഡിയോ സ്റ്റാർട്ടായേക്കുന്നത്. ചായക്ക് പാൽ വെച്ചിട്ടുണ്ട്. രാവിലെ വെച്ച സാമ്പാർ ചൂടാക്കി എടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ വേറെ എന്നാ, രാത്രിയിലേക്ക് അപ്പമാണ്. ഇന്ന് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് രസം ബാലൻസ്. കടല നനച്ച് ഉണങ്ങാനെന്ന് കടല കുതിർക്കാൻ വച്ചിട്ടുണ്ട്. കടലക്കറിക്ക് രാവിലത്തെ ചോറ് ബാലൻസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ 6 മണിക്കൊക്കെ വയ്ക്കുന്ന ചോറല്ലേ, കീരി അരിയല്ലേ, പൊന്നിയരി. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പന്നലായി പോകും. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഈ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റ് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു വിശപ്പ് പോലെ. അപ്പോൾ ചായ ഇട്ട് ഇന്നൊരു മുട്ട ഓംലേറ്റ് അടിച്ച് തിന്നിട്ട് തന്നെ ബാക്കി കാര്യമെന്നും പറഞ്ഞ് മുട്ടക്കുട്ടപ്പനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ഇട്ട് കുടിച്ച് റെഡിയാക്കിയിട്ട് നിവിയെ ട്യൂഷനൊക്കെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ഈ വെളിയിൽ സൈഡിലോട്ടിരുന്ന് ഉള്ളി അരിയുക. ഉള്ളിയല്ല, സവാളയും 2 തക്കാളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പത്തിൻ്റെ കടലക്കറിക്ക് കടലയ്ക്കകത്തിട്ട് ഉള്ളി വേവിച്ചില്ല, വഴറ്റിയെടുക്കുന്നതേ ഉള്ളൂ. കാര്യം കടല കുറച്ച് കൂടുതലുണ്ട്. പാതി എടുത്ത് വച്ചിട്ട് പാതി വേണം കറിക്കെടുക്കാൻ, പാതി നമുക്ക് നാളെ കഴിക്കാനെടുക്കാം. അങ്ങനെ വെളിയിൽ നിന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് സൂപ്പറായിട്ട് ഉള്ളി അരിയുക. പുറവശത്തെ ബാത്റൂമിൻ്റെ ലൈറ്റ് മുഖത്ത് പിന്നെ പുറവശത്തൂടെ അടിക്കുന്നു. അത് ചില നേരത്ത് ഭയങ്കര ക്ലിയർ അടിക്കുന്നു. ശരി, സാരമില്ല. നമ്മുടെ പരിപാടികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു. ഒരു ഉള്ളി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉള്ളി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഒരു സവാള, ഒരു തക്കാളി കുറച്ചെടുത്തതേ ഉള്ളൂ. അതും മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരുപാടായാൽ പിന്നെ പുളിപ്പായി പോകത്തില്ലേ. അപ്പം ചേട്ടൻ ഇന്ന് രാത്രി വരാൻ ഒരുപാട് താമസിക്കുമെന്ന് പറഞ്ഞു. 1 മണിയൊക്കെ ആവും, 12:30 1 മണിയാവും. അതുകൊണ്ട് ഭക്ഷണം വേണ്ട, നമുക്ക് മാത്രമായതുകൊണ്ട് ഞാൻ പിന്നെയും കുറച്ചു. അതിനകത്ത് കടലയും തക്കാളിയില്ല, അതുകൊണ്ടാണ് കുറച്ചത്. ശരി, വച്ച് വേസ്റ്റാക്കുന്നതിനൊക്കെ നല്ല ആവശ്യത്തിനുള്ളത് മാത്രം വെച്ചാൽ മതിയല്ലോ. ഇതിൻ്റെ ഇടയിൽ കൂടി ഇനി ഇവളെ വിളിക്കാൻ പോകണം. ഇത് കറിയാക്കി വെച്ച് രോഹിത്ത് വിശക്കുന്നെന്ന് പറയുന്നുണ്ട്. അവന് കൊടുത്തിട്ട് വേണം നിവിയെ വിളിക്കാൻ പോകാൻ. ചിലപ്പോൾ അവരെല്ലാവരും കൂടെ, ട്യൂഷൻ കൊച്ചുങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിഞ്ഞ് പോന്നോളും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം കണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന ആളെന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉടനെ വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. ലൈക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ ക്യാമറ എടുത്തങ്ങ് ഫ്രണ്ടിൽ വെച്ച് അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കറിയെല്ലാം ഓക്കെ ആയി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം ഉണ്ടല്ലേ, അപ്പത്തിനെ പല ഇടത്തോട്ട് മാറ്റി വെച്ച് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും പോയൊന്ന് നോക്കണേ. റെഡിയാക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ രോഹിത് കഴിക്കാനായിട്ട് വന്ന് അവനോട് വെച്ച് കൊടുക്കുക. 2 അപ്പം എടുത്ത് കടലക്കറിയും കൂടെ എടുത്ത് കൊടുത്ത് നല്ല ടേസ്റ്റായിരുന്നു. നിവി ട്യൂഷൻ വിട്ട് വന്നപ്പോഴേ ചിന്തുമ്മ വീടിനകത്ത് നല്ല മണം, ഹോട്ടലിൻ്റെ കണക്ക് മണമെന്ന്. എൻ്റെ കൊച്ചങ്ങനൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ വളരെ റെയറാണ്. പാലൂടെ അങ്ങ് കാച്ചി വയ്ക്കുവാണെങ്കിൽ നിവിക്കും എനിക്കും കൂടെ ആവും. അങ്ങനെ എല്ലാം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നാളത്തേക്ക് ചീര എടുത്ത് റെഡിയാക്കി വച്ച് നുള്ളിപ്പറിച്ചൊക്കെ വയ്ക്കുകയെന്നുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞ് തോരനാക്കാം. അങ്ങനെ അത് റെഡിയാക്കുക. അപ്പോൾ എന്തോരം പുള്ളിക്ക് ചേട്ടൻ വരാൻ താമസിക്കുമല്ലോ. പിന്നെ ഇതെല്ലാം റെഡിയാക്കി വച്ച് പാലൊക്കെ കുടിച്ചിട്ട് നമ്മൾ കയറി കിടക്കാം എന്ന് വിചാരിച്ചു. നമ്മുടെ ഈ അപ്പവും കടലക്കറിയും കുഞ്ഞൻ വീഡിയോ ഇതേ ഉള്ളൂ. വലിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇന്നലെ മെനഞ്ഞാന്ന് നമ്മുടെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയിന്ന് കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളുടെ ഇടമിരുന്നു വിട പറയുന്നു. ടാറ്റ, ബൈ, സീ യു.